ഹേ ഗൈസ്, ഇന്ന് ഞാൻ അടിപൊളിയായിട്ടൊരു റെസിപ്പി ആയിട്ടാണ് പറയുന്നത്. ഷക്ഷുക്ക. പേര് കേട്ടാൽ നിങ്ങൾ ഞെട്ടും, ബട്ട് ഉണ്ടാക്കാൻ വേണ്ടി എളുപ്പമാണ് കേട്ടോ. വേറെ ഒരു പണിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ സവാളയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. സ്മോൾ പീസാക്കി വേണം കട്ടാക്കാൻ. അതിനുശേഷം തക്കാളിയും കൂടെ കട്ടാക്കണം കേട്ടോ. എന്നിട്ടൊരു പാൻ ഇറക്കി വെച്ചിട്ട് അതിൽ ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരുപാട് ഒഴിക്കരുത്, ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ പാനിൽ തന്നെ വെളുത്തുള്ളി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുത്തിട്ട് പച്ചമുളകും സവാളയും കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് യെല്ലോയിഷ് കളർ ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളൊരു മിക്സി ജാറിൽ തക്കാളി ഒന്ന് ജ്യൂസാക്കി ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് കട്ടാക്കിയ തക്കാളിയും കൂടെ ഒന്ന് സവാളയായിട്ട് ഇട്ടെടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പം തന്നെ നമ്മൾ പേസ്റ്റായിട്ട് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ കൈ വിടാതെ തന്നെ ഇളക്കി മിക്സ് ആക്കുക. എന്നിട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. മഞ്ഞപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയും പെരുംജീരകവും, പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തെടുക്കാം കേട്ടോ. മറക്കരുത് കേട്ടോ ഉപ്പ് ചേർക്കാൻ വേണ്ടി. ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് ചില്ലി ഫ്ലെക്സും കൂടെ ആണ് കേട്ടോ. എരിവിനനുസരിച്ച് ചില്ലി ഫ്ലെക്സ് ആഡാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് സോയാ സോസും കൂടെ കുറച്ച് ആഡാക്കാം കേട്ടോ. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കുക. പിന്നെ സോസും കൂടെ ആഡാക്കാം കേട്ടോ. മൈനസ് വേണമെങ്കിൽ ആഡാക്കിയാൽ ഞാൻ സോസ് മാത്രമേ ആഡാക്കുന്നുള്ളൂ. അതിനുശേഷം ഫ്രഷ് ക്രീമും കൂടെ കുറച്ച് ആഡാക്കിയിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കി എടുത്തിട്ട് 3 മുട്ട പൊട്ടിക്കുക കേട്ടോ. നമുക്ക് എത്രയാണ് മുട്ട വേണ്ട അതിനനുസരിച്ച് ഹോള് പോലെ നമ്മൾ ഇട്ടിട്ട് മുട്ട ഒന്ന് ഇട്ടെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ക്ലോസ് ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് കുക്കാക്കി എടുക്കാം കേട്ടോ. ഇത് ചപ്പാത്തീൻ്റെ കൂടെ ആയാലും അപ്പത്തിൻ്റെ കൂടെ ആയാലും ഒക്കെ അടിപൊളിയാണ്. ഞാൻ ചപ്പാത്തിയിലാട്ടോ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നത്. മസ്റ്റ് ട്രൈ ആട്ടോ. മസ്റ്റ് ട്രൈ.